ലോകത്തിലെ ഏറ്റവും വലിയ നാലാമത്തെ വാഹന വിപണിയാണ് ഇന്ത്യ. വികസ്വര സമ്പദ്വ്യവസ്ഥ, വർദ്ധിച്ചു വരുന്ന മിഡിൽ ക്ലാസ്, ഉയർന്നു വരുന്ന കസ്റ്റമർ റിക്വയർമെന്റ്സ് എന്നിവ കാരണം ആഗോള വാഹന നിർമ്മാതാക്കൾക്ക് ഇതൊരു നിർണായക വിപണിയാണ്. മാരുതി സുസുക്കി, ഹുണ്ടായി തുടങ്ങിയ കമ്പനികൾ ആധിപത്യം പുലർത്തുന്ന ഈ വിപണിയിൽ നിലയുറപ്പിക്കാൻ ഫോർഡ് ഉൾപ്പെടെ നിരവധി ആഗോള കമ്പനികൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ വിജയിച്ചവർ ചുരുക്കമാണ്. ജനറൽ മോട്ടോഴ്സ്, ഫിയറ്റ്, ഡാറ്റ്സൺ തുടങ്ങിയ മുൻനിര കമ്പനികൾക്ക് പോലും തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിച്ച് ഇന്ത്യ വിടേണ്ടി വന്നിട്ടുണ്ട്. ഈ നിരയിലേക്കാണ് 2021 സെപ്റ്റംബർ 9-ന് ഫോർഡ് എന്ന അമേരിക്കൻ വാഹന ഭീമന്റെ പിൻവാങ്ങലും. ഏകദേശം 27 വർഷക്കാലം ഇന്ത്യയിൽ പ്രവർത്തിച്ച ഫോർഡ് വൻ നിക്ഷേപങ്ങൾ നടത്തിയിട്ടും തുടർച്ചയായ സാമ്പത്തിക നഷ്ടങ്ങൾ കാരണം തങ്ങളുടെ ഇന്ത്യൻ അധ്യായം അവസാനിപ്പിക്കാൻ നിർബന്ധിതരായി. കമ്പനി നേരിട്ടുള്ള സാമ്പത്തിക നഷ്ടമായി $2 ബില്യൺ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പ്രവർത്തനരഹിതമായ ആസ്തികളിൽ $800 മില്യൺ എഴുതിത്തള്ളലും നടന്നിട്ടുണ്ട്. ഈ പിന്മാറ്റം പെട്ടെന്നുള്ള ഒരു തീരുമാനമായിരുന്നില്ല, മറിച്ചൊരു ദശാബ്ദക്കാലത്തെ വിപണിയിലെ തിരിച്ചടികളുടെയും തന്ത്രപരമായ പിഴവുകളുടെയും ലാഭകരമല്ലാത്ത ഒരു പാത തുടരുന്നതിലുള്ള നിരാശയുടെയും ഫലമായിരുന്നു. ഫോർഡിന്റെ ഇന്ത്യയിലെ പരാജയം ഈ വിപണിയിലെ അതികഠിനമായ മത്സരത്തെയും അതിന്റെ തനതായ വെല്ലുവിളികളെയും തുറന്നുകാട്ടുന്നു. ഫോർഡിന് ഇന്ത്യയുമായുള്ള ബന്ധം സമീപകാലത്തുള്ള ഒന്നായിരുന്നില്ല. ഫോർഡ് മോട്ടോർ കമ്പനിയുടെ കനേഡിയൻ അനുബന്ധ സ്ഥാപനമായി 1926-ൽ ഇന്ത്യയിൽ ആദ്യമായി പ്രവർത്തനം തുടങ്ങി. എന്നാൽ 1953 ആയപ്പോഴേക്കും രാജ്യത്ത് ഏർപ്പെടുത്തിയ കടുത്ത ഇറക്കുമതി നിയന്ത്രണങ്ങൾ കാരണം കമ്പനിക്ക് തങ്ങളുടെ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ടി വന്നു. ഉദാരവൽക്കരണ നയങ്ങൾ ഇന്ത്യയെ ആഗോള വ്യവസായങ്ങൾക്ക് തുറന്നു കൊടുത്തതിന് ശേഷം 1995-ൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുമായി 50-50 അനുപാതത്തിലുള്ള സംയുക്ത സംരംഭത്തിലൂടെയാണ് ഫോർഡ് തിരിച്ചു വന്നത്. ഇത് മഹീന്ദ്ര ഫോർഡ് ഇന്ത്യ ലിമിറ്റഡ് എന്നറിയപ്പെട്ടു. 1998-ൽ ഫോർഡ് തങ്ങളുടെ ഓഹരി പങ്കാളിത്തം 72% വർദ്ധിപ്പിക്കുകയും കമ്പനിയെ ഫോർഡ് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് റീനെയിം ചെയ്യുകയും ചെയ്തു. ഈ കാലഘട്ടത്തിൽ ഫോർഡ് ഇന്ത്യയിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്തി. 1995 മുതൽ $2 ബില്യൺ നിക്ഷേപം നടത്തിയ കമ്പനി ചെന്നൈയിലെ മരൈമലൈ നഗറിലും ഗുജറാത്തിലെ സനന്ദിലുമായി അത്യാധുനിക മാനുഫാക്ചറിംഗ് സെന്റേഴ്സ് സ്ഥാപിച്ചു. ഈ പ്ലാന്റുകൾക്ക് പ്രതിവർഷം 4.4 ലക്ഷം കാറുകളും 6.1 ലക്ഷം എഞ്ചിനുകളും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു. ഫോർഡ് തങ്ങളുടെ ആഗോള ഉൽപ്പന്ന നിരയിലെ പ്രധാന മോഡലുകൾ ഇന്ത്യൻ വിപണിയിൽ അവതരിപ്പിച്ചു. യൂറോപ്യൻ ഫോർഡ് എസ്കോർട്ട്, ഫോർഡ് ഐക്കൺ, മോണ്ടിയോ, എൻഡേവർ, ഫ്യൂഷൻ, ഫിയസ്റ്റ, ഫിഗോ, ഇക്കോസ്പോർട്ട്, ഫിഗോ ആസ്പെയർ തുടങ്ങിയ മോഡലുകൾ വിപണിയിലെത്തി. ഇതിൽ ഫോർഡ് ഐക്കൺ, ഇക്കോസ്പോർട്ട്, എൻഡേവർ തുടങ്ങിയ മോഡലുകൾ വലിയ ജനപ്രീതി നേടുകയും കമ്പനിയുടെ സാന്നിധ്യം വിപണിയിൽ നിലനിർത്തുകയും ചെയ്തു. പ്രത്യേകിച്ചും 4 മീറ്ററിൽ താഴെയുള്ള വാഹനങ്ങൾക്കുള്ള നികുതി ഇളവുകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് പുറത്തിറക്കിയ ഫോർഡ് എക്കോസ്പോർട്ട് കോമ്പാക്ട് SUV വിഭാഗത്തിന് തുടക്കമിട്ടു. എന്നിരുന്നാലും ഈ തുടർച്ചയായ നിക്ഷേപങ്ങൾക്കും മോഡലുകൾക്കും കമ്പനിയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഫോർഡ് ഇന്ത്യ വിട്ടു? ഫോർഡിന്റെ ഇന്ത്യൻ വിപണിയിലെ പരാജയം ഒരൊറ്റപ്പെട്ട കാരണത്തിന്റെ ഫലമായിരുന്നില്ല, മറിച്ച് നിരവധി ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒരുമിച്ച് പ്രവർത്തിച്ചതിന്റെ പരിണിത ഫലമായിരുന്നു അത്. ഒരു ദശാബ്ദക്കാലത്തെ സാമ്പത്തിക നഷ്ടങ്ങളും വിപണി വിഹിതത്തിലെ ഇടിവും ഇന്ത്യൻ ഉപഭോക്താവിനെ മനസ്സിലാക്കുന്നതിലുണ്ടായ പിഴവുകളുമാണ് ഈ പിന്മാറ്റത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങൾ. തുടർച്ചയായ സാമ്പത്തിക നഷ്ടങ്ങളാണ് ഫോർഡിന്റെ പിന്മാറ്റത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം. 2010 മുതൽ കമ്പനി ഇന്ത്യയിൽ $2 ബില്യൺ പ്രവർത്തന നഷ്ടം രേഖപ്പെടുത്തി. ഇത്രയും വലിയ നഷ്ടം ഒരു കമ്പനിക്കും താങ്ങാൻ കഴിയുന്നതല്ല, പ്രത്യേകിച്ച് ഒരു സസ്റ്റൈനബിൾ പ്രോഫിറ്റ് പാത്ത് കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തിൽ. ഫോർഡിന്റെ സാമ്പത്തിക തകർച്ചയുടെ പ്രധാന കാരണം കുറഞ്ഞ വിൽപ്പനയും അതിന്റെ ഫലമായി വിപണി വിഹിതത്തിലുണ്ടായ തകർച്ചയുമാണ്. 2013-ൽ 3.2% വിപണി വിഹിതം ഉണ്ടായിരുന്ന ഫോർഡിന് 2021 ആയപ്പോഴേക്കും അത് 1.4% കുറഞ്ഞു. ഇന്ത്യൻ വിപണിയിലെ അതികഠിനമായ മത്സരമാണ് ഈ തകർച്ചയ്ക്ക് ഒരു പ്രധാന കാരണം. മാരുതി സുസുക്കിയും ഹുണ്ടായിയും തങ്ങളുടെ ശക്തമായ ഡീലർ നെറ്റ്വർക്കുകൾ, കുറഞ്ഞ അറ്റകുറ്റപ്പണി ചെലവുകൾ, വിപണിയുടെ ആവശ്യകതകൾക്കനുസരിച്ചുള്ള ഉൽപ്പന്നങ്ങൾ എന്നിവയിലൂടെ വിപണിയുടെ 60%-ലധികം വിഹിതം നിലനിർത്തി. ഇത് ഫോർഡിന് കാര്യമായ വെല്ലുവിളി ഉണ്ടാക്കി. ഉൽപാദന കേന്ദ്രങ്ങളിൽ ഫോർഡ് നടത്തിയ അമിതമായ നിക്ഷേപങ്ങൾ, എന്നാൽ അവയിൽ നിന്ന് ലഭിച്ച കുറഞ്ഞ വരുമാനം സാമ്പത്തിക നഷ്ടം വർദ്ധിപ്പിച്ചു. മുൻപ് പറഞ്ഞതുപോലെ ഫോർഡിന്റെ ചെന്നൈ, സനന്ദ് പ്ലാന്റുകൾക്ക് പ്രതിവർഷം 4.4 ലക്ഷം വാഹനങ്ങളും 6.1 ലക്ഷം എഞ്ചിനുകളും ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷിയുണ്ടായിട്ടും 2021-ൽ ഈ ശേഷിയുടെ വെറും 20% മാത്രമാണ് കമ്പനി ഉപയോഗിച്ചത്. സനന്ദ് പ്ലാന്റ് നിർമ്മിച്ചത് യൂറോപ്പിലേക്കുള്ള കയറ്റുമതി ലക്ഷ്യമിട്ടായിരുന്നു. എന്നാൽ ആഗോള സാമ്പത്തിക സാഹചര്യങ്ങൾ അനുകൂലമല്ലാതിരുന്നതും യൂറോപ്പുമായി സ്വതന്ത്ര വ്യാപാര കരാർ യാഥാർത്ഥ്യമാകാതിരുന്നതും കമ്പനിക്ക് തിരിച്ചടിയായി. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങളെയും മുൻഗണനകളെയും മനസ്സിലാക്കുന്നതിൽ ഫോർഡ് പരാജയപ്പെട്ടു. ഒരു ഉദാഹരണമായി ഇന്ത്യൻ വിപണിയിൽ ഇന്ധനക്ഷമത വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
എന്നാൽ ഫോർഡ് അധികാരികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ എഞ്ചിൻ ശക്തിയെക്കുറിച്ചാണ് കൂടുതൽ ഊന്നൽ നൽകിയത്. ഇതൊരു അമേരിക്കൻ പെർസ്പെക്റ്റീവ് ആണ്. ഇതുകൂടാതെ ഫോർഡ് കാറുകൾക്ക് അറ്റകുറ്റപ്പണിച്ചെലവ് വളരെ കൂടുതലാണെന്ന ധാരണ വിപണിയിൽ നിലനിന്നിരുന്നു. ഇത് വിൽപ്പനയെയും അതുവഴി കാറുകളുടെ റീസെയിൽ വാല്യൂവിനെയും ദോഷകരമായി ബാധിച്ചു. ഫോർഡിന്റെ ഇക്കോസ്പോർട്ട്, എൻഡേവർ തുടങ്ങിയ മോഡലുകൾക്ക് മികച്ച സ്വീകാര്യത ലഭിച്ചിട്ടും ഈ മോഡലുകൾ കൃത്യമായ ഇടവേളകളിൽ പരിഷ്കരിക്കുന്നതിൽ കമ്പനി പരാജയപ്പെട്ടു. ഇന്ത്യൻ വിപണിയിലെ ഉപഭോക്താക്കൾ ഹുണ്ടായി, കിയ, ടാറ്റ, മഹീന്ദ്ര തുടങ്ങിയ കമ്പനികളിൽ നിന്ന് നിരന്തരമായി പുതിയ ഫീച്ചറുകളും ഡിസൈനുകളും പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ ഫോർഡ് നിലവിലുണ്ടായിരുന്ന മോഡലുകളിൽ ചെറിയ മാറ്റങ്ങൾ മാത്രം വരുത്തി വിപണിയിൽ പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു. 2019 മഹീന്ദ്രയുമായി ഒരു പുതിയ സംയുക്ത സംരംഭത്തിന് ഫോർഡ് ചർച്ചകൾ ആരംഭിച്ചിരുന്നു. എന്നാൽ ഈ പദ്ധതി 2021 ഉപേക്ഷിക്കപ്പെട്ടു. ഇത് ഫോർഡിന്റെ ഇന്ത്യയിലെ ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾക്ക് വലിയ തിരിച്ചടിയായി. ഫോർഡിന്റെ പിന്മാറ്റം കമ്പനിയെ മാത്രമല്ല, അതിനെ ആശ്രയിച്ച് കഴിഞ്ഞിരുന്ന ആയിരക്കണക്കിന് ആളുകളെയും ബിസിനസ്സുകളെയും സാരമായി ബാധിച്ചു. ഫോർഡിന്റെ പിന്മാറ്റം 4000-ലധികം നേരിട്ടുള്ള തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടത്തിന് കാരണമായി. ഇതിൽ 2000 തൊഴിലാളികൾക്ക് മികച്ച നഷ്ടപരിഹാര പാക്കേജ് നൽകിയെങ്കിലും തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് പുതിയ ജോലി കണ്ടെത്തുന്നത് ബുദ്ധിമുട്ടായി. കൂടാതെ സ്പെയർ പാർട്സ് നിർമ്മിക്കുന്ന ചെറുകിട ഇടത്തരം സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള അനുബന്ധ വ്യവസായങ്ങളിലെയും ഡീലർഷിപ്പുകളിലെയും 10,000-കണക്കിന് ആളുകളുടെ ഉപജീവന മാർഗം ഇല്ലാതായി. കണക്കുകൾ പ്രകാരം ഡീലർഷിപ്പുകളിലെ 40,000 പേർക്കും ഈ പിന്മാറ്റം തിരിച്ചടിയായി. ഫോർഡിന്റെ പിന്മാറ്റം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഡീലർഷിപ്പുകളെയാണ്. ഏകദേശം 170 ഡീലർമാരും 400-ലധികം ഔട്ട്ലെറ്റുകളും ഈ പ്രഖ്യാപനത്തെ തുടർന്ന് ബുദ്ധിമുട്ടിലായി. ഡീലർഷിപ്പുകൾക്ക് ഏകദേശം 2,000 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചതായി കണക്കാക്കപ്പെടുന്നു. പിന്മാറ്റ പ്രഖ്യാപനം വന്ന സമയത്ത് ഡീലർമാരുടെ കൈവശം 7,000 തൊട്ട് 8,000 കാറുകൾ സ്റ്റോക്ക് ഉണ്ടായിരുന്നു. ഇത് വിറ്റഴിക്കുന്നതിനും ഭാവിയിൽ സർവീസ് നൽകുന്നതിനും ഫോർഡ് ഡീലർമാർക്ക് സാമ്പത്തിക സഹായം നൽകി. നിലവിലെ ഫോർഡ് ഉപഭോക്താക്കളാണ് പിന്മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ആശങ്ക പ്രകടിപ്പിച്ചത്. എന്നിരുന്നാലും ഫോർഡ് തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് സേവനവും വാറണ്ടി പിന്തുണയും തുടർന്നും നൽകുമെന്ന് ഉറപ്പു നൽകി. അടുത്ത 10 വർഷത്തേക്ക് ആവശ്യമായ സ്പെയർ പാർട്സുകൾ സംഭരിച്ചു വെച്ചിട്ടുണ്ടെന്ന് കമ്പനി അറിയിച്ചിട്ടുണ്ട്. പിന്മാറ്റ പ്രഖ്യാപനത്തെ തുടർന്ന് ഫോർഡ് കാറുകളുടെ റീസെയിൽ വാല്യൂ 10% ഇടിഞ്ഞെങ്കിലും ഇക്കോസ്പോർട്ട്, എൻഡേവർ തുടങ്ങിയ ജനപ്രിയ മോഡലുകൾക്ക് ഇപ്പോഴും വിപണിയിൽ ആവശ്യക്കാരുണ്ട്. ഫോർഡിന്റേതിന് സമാനമായ കാരണങ്ങൾ കൊണ്ടാണ് മറ്റ് അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജനറൽ മോട്ടോഴ്സും ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയത്. 2017 ജനറൽ മോട്ടോഴ്സ് ഇന്ത്യയിലെ പ്രവർത്തനം അവസാനിപ്പിച്ചത്. ഇരു കമ്പനികളുടെയും പിൻവാങ്ങൽ കാരണങ്ങൾക്ക് ചില സാദൃശ്യങ്ങളും വ്യത്യാസങ്ങളുമുണ്ട്. രണ്ട് കമ്പനികളും ആഗോള ബിസിനസ് പുനഃക്രമീകരണ തന്ത്രത്തിന്റെ ഭാഗമായാണ് ഇന്ത്യയിൽ നിന്ന് പിൻവാങ്ങിയത്. ഇരുവർക്കും ഇന്ത്യൻ വിപണിയിൽ ഒരു സുസ്ഥിരമായ പ്രോഫിറ്റ് പാത്ത് കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി ഉൽപ്പന്നങ്ങൾ അവതരിപ്പിക്കുന്നതിലും ഇരു കമ്പനികളും പരാജയപ്പെട്ടു. തങ്ങളുടെ പ്ലാന്റുകൾ വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് തൊഴിലാളികളുടെ നഷ്ടപരിഹാര പാക്കേജുകളെ ചൊല്ലി ഇരുവർക്കും തർക്കങ്ങൾ നേരിടേണ്ടി വന്നു. ഫോർഡിന്റെ പ്രധാന പ്രശ്നം വലിയ നിക്ഷേപങ്ങൾ നടത്തിയ പ്ലാന്റുകൾ വേണ്ട വിധം ഉപയോഗപ്പെടുത്താൻ കഴിയാതെ പോയതും മഹീന്ദ്രയുമായുള്ള പങ്കാളിത്ത ചർച്ചകൾ പരാജയപ്പെട്ടതുമായിരുന്നു. ജനറൽ മോട്ടോഴ്സിന് ഇന്റേണൽ മാനേജ്മെന്റ് ഇഷ്യൂസ്, പഴഞ്ചൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള ഉൽപ്പന്നങ്ങളും വലിയ തിരിച്ചടിയായി. ഇന്ത്യ വിട്ട് 3 വർഷങ്ങൾക്ക് ശേഷം ഫോർഡ് ഇന്ത്യയിലേക്ക് മടങ്ങിയെത്താൻ ഒരുങ്ങുന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ ഈ തിരിച്ചുവരവ് ആഭ്യന്തര വിപണിയെ ലക്ഷ്യമിട്ടുള്ളതല്ല. മറിച്ച് ചെന്നൈയിലെ തങ്ങളുടെ പ്ലാന്റിൽ കയറ്റുമതിക്കായി വാഹനങ്ങൾ നിർമ്മിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനാണ് കമ്പനിയുടെ പുതിയ തന്ത്രം. ഇന്ത്യൻ വിപണിയിലെ മത്സരത്തിൽ നിന്ന് പൂർണ്ണമായും പിൻവാങ്ങി രാജ്യത്തെ കുറഞ്ഞ ഉൽപാദന ചെലവും തമിഴ്നാടിന്റെ തുറമുഖ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ ആഗോള വിതരണ ശൃംഖലയുടെ ഭാഗമാകാനുള്ള ഒരു നീക്കമാണിത്. ഇത് ഇന്ത്യൻ സർക്കാരിന്റെ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് സ്കീമിന് അനുയോജ്യമാണ്. ഈ പുതിയ തന്ത്രം ചെന്നൈയിലെ പ്ലാന്റിൽ 2500 മുതൽ 3000 വരെ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഈ നീക്കം ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് വേണ്ടിയുള്ള യഥാർത്ഥ തിരിച്ചുവരവല്ലെന്നും നിലവിൽ ഇന്ത്യയിലെ വിപണിയിൽ പുതിയ ഫോർഡ് കാറുകൾ ലഭ്യമാകാൻ സാധ്യതയില്ലെന്നും ഇത് സൂചിപ്പിക്കുന്നു. ഫോർഡിന്റെ ഇന്ത്യൻ വിപണിയിലെ പരാജയം ഒരു പ്രത്യേക കമ്പനിയുടെ മാത്രം അനുഭവമായി കാണാൻ കഴിയില്ല. ഫോർഡിന്റെ പരാജയം ഈ വിപണിയിൽ വിജയിക്കണമെങ്കിൽ സാമ്പത്തിക ശക്തി മാത്രമല്ല, വിപണിയെ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള കഴിവും അത്യാവശ്യമാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നു. ഭാവിയിൽ ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ഏതൊരു ആഗോള കമ്പനിക്കും ഫോർഡിന്റെ ഈ പിന്മാറ്റം ഒരു പഠന വിഷയമായിരിക്കും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ജയ് ഹിന്ദ്.